സർവസമ്പന്നമായ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ ഒളിമങ്ങാത്ത ഒരു മാണിക്കക്കല്ല്. ആധുനിക ലോകത്തെ പിടിച്ചുകുലുക്കുന്ന പല സിദ്ധാന്തങ്ങളും മുൻപോട്ട് വെച്ച പ്രതിഭാശക്തി. സൂര്യനു ചുറ്റും വലം വയ്ക്കുന്ന പല ഗ്രഹങ്ങളിൽ ഒന്നു മാത്രമാണ് ഭൂമിയെന്ന് കണ്ടുപിടിച്ച ഗലീലിയയ്ക്ക് ശേഷം ശാസ്ത്ര ലോകത്തിനെ വിസ്മയിപ്പിക്കുന്ന വിധത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ സമ്മാനിച്ച ആ ബുദ്ധിരാക്ഷസന്റെ പേരാണ് സർ ഐസക് ന്യൂട്ടൻ. ചരിത്രത്തിൽ തന്റേതായ കയ്യൊപ്പ് പതിച്ച അദ്ദേഹത്തിന്റെ കഥയാണ് നമ്മുടെ ഇന്നത്തെ കഥ. ഇംഗ്ലണ്ടിലെ ലിങ്കൺഷെയർ കൗണ്ടിയിൽ ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്ന ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം 1643 ജനുവരി 4-നാണ് ഐസക് ന്യൂട്ടൻ സീനിയറിന്റെയും ഹന്നയുടെയും മകനായി ഐസക് ന്യൂട്ടൻ ജൂനിയർ ജനിക്കുന്നത്. ജന്മനാൽ തന്നെ പ്രിമച്ചർ ബേബിയായിരുന്ന ഐസക് ന്യൂട്ടന് ചെറുപ്പത്തിൽ വേണ്ടത്ര മിടുക്കോ ബുദ്ധിശക്തിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. സഹപാഠിയുമായി തുടങ്ങുന്ന ഒരു ചെറിയ വഴക്കിൽ നിന്നാണ് പഠനത്തിൽ ഒന്നാമനാകാൻ അദ്ദേഹം തീരുമാനിക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഇന്നറിയുന്ന ഐസക് ന്യൂട്ടനായി അദ്ദേഹം വളർന്നത്. ലിങ്കൺഷെയറിലെ ഗ്രന്ഥം എന്ന സ്ഥലത്തുള്ള ഗ്രാമർ സ്കൂളിലെ പഠനത്തിന് ശേഷം തന്റെ പരമ്പരാഗത തൊഴിലായ കർഷകനാകാൻ അദ്ദേഹം ഒരു ശ്രമം നടത്തിയെങ്കിലും എല്ലാ കാര്യത്തിലും എന്ത്, എങ്ങനെ, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉയർന്നു വന്നുകൊണ്ടേയിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം ഗവേഷണ ലോകത്തോട്ട് തിരിഞ്ഞു. ചരിത്രത്തിൽ ഇടം നേടിയ 3 തരം ആപ്പിളുകളാണുള്ളത്. 1 ആദമിന്റെ ആപ്പിൾ, 2 സ്റ്റീവ് ജോബ്സിന്റെ ആപ്പിൾ ഗാഡ്ജറ്റ്, 3 ഐസക് ന്യൂട്ടന്റെ തലയിൽ വീണ ആപ്പിൾ. അതിന്റെ പരിണിത ഫലമായി ഗ്രഹങ്ങളെ തന്റെ ഓർബിറ്റിൽ പിടിച്ചു നിർത്തുന്ന ഗുരുത്വാകർഷണ ബലം അദ്ദേഹം കണ്ടുപിടിച്ചു. ഗണിത ലോകത്തിന് കാൽക്കുലസ് പോലുള്ള സംഭാവനകൾ അദ്ദേഹം നൽകിയതിനോടൊപ്പം തന്നെ പ്രകാശ ലോകത്തും തന്റേതായ നിർദ്ദേശങ്ങളും നിഗമനങ്ങളും അദ്ദേഹം കാഴ്ചവെച്ചു. ഉത്തരമില്ലാ കടല് പോലുള്ള ഈ ശാസ്ത്ര ലോകത്തിൽ തന്റേതായ ഇടം തേടി 1727 മാർച്ച് 20 തന്റെ 85-ാം വയസ്സിൽ അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. താൻ ഈ ലോകത്തിൽ ഒന്നുമല്ലെന്നും തന്റെ കഴിവുകൾ പരിമിതമാണെന്നുമുള്ള അദ്ദേഹത്തിന്റെ ഈ കുറിപ്പ് അദ്ദേഹം എത്രമാത്രം വിനയാനിതനായിരുന്നു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ലണ്ടൻ നഗരത്തിലെ തേംസ് നദീതീരത്തുള്ള വെസ്റ്റ്മിനിസ്റ്റർ എന്ന ആംഗ്ലിക്കൻ പള്ളിയിൽ വെണ്ണക്കൽ ശില്പങ്ങളാൽ പൊതിഞ്ഞ ഒരു ശവക്കല്ലറയിൽ ആ മഹാൻ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നു. വളർന്നു വരുന്ന ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് പഠിക്കാനുള്ള വലിയൊരു പാഠപുസ്തകമാണ് സർ ഐസക് ന്യൂട്ടൻ എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്നതാണ്. ചുമ്മാ തങ്ങ് ചിരിച്ചോണം, ജീവിതം പൊളിയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.